തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്നേഹം എന്നത് പ്രണയമല്ല, ഒരു നല്ല സൗഹൃദമാണ്. വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് ചെമ്മാട് തോബ ജ്വല്ലറി ഒരുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഓഫറുകൾ. 25,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസുകൾക്ക് അട്രാക്റ്റീവ് ഗിഫ്റ്റുകളും 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്ക് നേടാം ഓരോ സ്വർണ്ണ നാണയവും. കൂടാതെ 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും നേടാം. അതും ഫെബ്രുവരി 12, 13, 14 തീയതികളിൽ മാത്രം. ഒരിക്കലും നിലയ്ക്കാത്ത തോബ ജ്വല്ലറിയുടെ സ്നേഹബന്ധങ്ങൾ ഓരോ ഷോപ്പിംഗിലൂടെയും അനുഭവിച്ചറിയൂ. വാർത്തകൾ വിശദമായി. അക്ഷയ കേന്ദ്രങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കണമെന്നാവശ്യപ്പെട്ട പൊതുപ്രവർത്തകനായ കക്കാട കരിമ്പിൽ സ്വദേശി TP ഇമ്രാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിന് അക്ഷയ ഡയറക്ടർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി. ജില്ലയിലെ ചില അക്ഷയ കേന്ദ്രങ്ങൾ ഭിന്നശേഷി സൗഹൃദമല്ല. കൂടാതെ ചില പ്രധാന അക്ഷയ കേന്ദ്രങ്ങൾ മുകളിലെ നിലയിൽ വരെ പ്രവർത്തിക്കുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ ആധാർ എടുക്കുന്നതിനും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും റവന്യൂ ആവശ്യങ്ങൾക്കും ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കുവാനും അടങ്ങി നിരവധി സേവനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ പോവേണ്ടത് ഇന്ന് അത്യാവശ്യമായി തീർന്നിരിക്കുകയാണ്. എന്നാൽ മിക്ക അക്ഷയ കേന്ദ്രങ്ങളും ഭിന്നശേഷി സൗഹൃദമല്ല. മറ്റൊരാളുടെ കൈസഹായമില്ലാതെ അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നത് അവരുടെ ആത്മാഭിമാനത്തെയാണ് മുറിപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങൾ ഇപ്പോൾ ചെമ്മാട് ഉൾപ്പെടെയുള്ള അക്ഷയ കേന്ദ്രങ്ങൾ നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തൊക്കെ ഭിന്നശേഷി സൗഹൃദമല്ല. ഇപ്പോൾ നമ്മുടെ ചെമ്മാടുള്ള അക്ഷയ കേന്ദ്രം മുകളിലെ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഈ താഴെയുള്ളതായാലും മുകളിലുള്ളതായാലും നമ്മുടെ കേരളത്തിൽ ഒന്നടങ്കം ഈ അക്ഷയ സെൻറ്ററുകൾ ഏതൊരു ആവശ്യത്തിനും ഈ ആധാർ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്ക് ഇന്ന് അക്ഷയ സെൻറ്ററിൽ വരേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ നമ്മുടെ അക്ഷയ സെൻറ്ററുകൾ ഭിന്നശേഷി സൗഹൃദമായിട്ടില്ല. അപ്പോൾ നമ്മുടെ പൊതു ഇടങ്ങൾ ഭിന്നശേഷി സൗഹൃദം ആകേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞാണ്. അപ്പോൾ അതിനൊരു തുടക്കമിടേണ്ടത് ഈ അക്ഷയ സെൻറ്ററുകളിൽ നിന്നാണ്. പക്ഷേ ഇതുവരെ അതായിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉടനടി പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ സാമൂഹ്യനീതി വകുപ്പിനും അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ കളക്ടർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട് വിഷയത്തിൽ. ഇതിൽ സർക്കാർ ഗൗരവപൂർവ്വമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് വിഷയം പരിഹരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ പൊതുജനങ്ങൾ മറ്റെല്ലാ വിഷയങ്ങളിലും നമ്മളെല്ലാ വിഷയങ്ങളിലും ഇടപെടും. പക്ഷേ ഈ വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ട് തന്നെ സർക്കാരും അതുപോലെ ഈ ജനങ്ങളും ഈ ഭിന്നശേഷി വിഷയങ്ങൾ തീരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല അധികാരികൾ. അപ്പോൾ ആ വിഷയത്തിൽ പൊതുജനങ്ങളും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്താനും ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും തയ്യാറാണെന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ചില അക്ഷയ കേന്ദ്രങ്ങൾ ഭിന്നശേഷി സൗഹൃദമല്ല. വീൽചെയറിലും മറ്റും വരുന്ന ഭിന്നശേഷിക്കാർക്ക് ആത്മാഭിമാനത്തോടെ മറ്റുള്ളവരുടെ സഹായം കൂടാതെ അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന തരത്തിൽ ഭിന്നശേഷി സൗഹൃദമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് TP ഇമ്രാന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിന് അക്ഷയ ഡയറക്ടർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.